CMRL എക്സാലോജിക് മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ SFIOയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതികരണവുമായി ബിഗ് ബോസ് താരം അഖിൽ മാരാർ. വീണ വിജയന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള വഴി തുറക്കാനുള്ള നടപടിയാണ് ഇതെന്നാണ് അഖിൽ മാരാറുടെ നിരീക്ഷണം. വീണ വിജയന് നിയമസഭയിൽ ഒരു സീറ്റ് ഉറപ്പിക്കാൻ കേന്ദ്രം ചെയ്തു കൊടുത്ത സഹായമാണ് SFIO അന്വേഷണമെന്നാണ് അഖിൽ പറയുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് വീണയെ അറസ്റ്റ് ചെയ്യുമെന്നും ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള ഡീൽ എന്നുമാണ് അഖിൽ മാരാർ പറയുന്നത്. അഖിൽ മാരാറിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: വീണ വിജയന് നിയമസഭയിൽ ഒരു സീറ്റ് ഉറപ്പിക്കാൻ കേന്ദ്രം ചെയ്തു കൊടുത്ത സഹായമാണ് SFIO എന്ന ഉഡായിപ്പ് അന്വേഷണം. വിലങ്ങുകൂടി വച്ച് പിടിപ്പിച്ചുകൊണ്ടുപോയാൽ ശുഭം. പണത്തിനു വേണ്ടി, നിലനിൽപ്പിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കുത്തക മുതലാളിമാർക്ക് അടിയറവ് വെച്ച CPM ഭാവിയിലല്ല ഇപ്പോൾ തന്നെ കുടുംബ പാർട്ടിയായി അധപ്പതിച്ചു കഴിഞ്ഞു. വീണ വിജയന് വേണ്ടി കരഘോഷം മുഴക്കാൻ സഖാക്കൾ തയ്യാറെടുത്തു കഴിഞ്ഞു. നിമിഷ നേരം കൊണ്ട് തമിഴ്നാട്ടിൽ ശശികലയെ, ഡൽഹിയിൽ കെജ്രിവാളിനെ തൂക്കി അകത്തിട്ട BJP-ക്ക് ലാവ്ലിൻ വിജയനെ അകത്താക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അവരത് വേണ്ടാന്ന് വെച്ചത് ഭാവി സാധ്യതകൾ ഉറപ്പിച്ച ഡീൽ കൊണ്ടാണ്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവുണ്ടെന്നും അതിൽ വീണ വിജയന് പങ്കുണ്ടെന്നും സ്വപ്ന സുരേഷ് പല ആവർത്തി പറഞ്ഞിട്ടും അത് വിശ്വസിക്കാത്ത നമ്മൾക്ക് കൊടും ക്രിമിനലായ പൾസർ സുനിയുടെ വാക്കുകൾ വേദവാക്യവുമാണ് എന്നാണ് പ്രബുദ്ധ മലയാളിയുടെ മാനസിക നില. അത്രയും ഗുരുതരമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷിച്ച കേന്ദ്രം ഇപ്പോൾ ഒരു കമ്പനിയിൽ വന്ന കമ്മീഷന്റെ പേരിൽ ഒരു തട്ടിക്കൂട്ടി കേസെടുത്ത് ഇനി തിരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് ഒരു അറസ്റ്റ്, പിന്നെ ജാമ്യം കിട്ടി ഇറങ്ങുന്ന വീണയെ രക്തഹാരങ്ങൾ കൊണ്ടും അംഗീകാരങ്ങൾ കൊണ്ടും പാർട്ടി ഏറ്റെടുക്കും. വീണ തൈക്കണ്ടി അടുത്ത വർഷം നിയമസഭയിൽ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നേരത്തെയും പലതവണ ആരോപണങ്ങളിൽ പെട്ടിരുന്നു. ആ ആരോപണങ്ങളിലാണ് ഇപ്പോൾ അഖിൽ മാരാർ പറയുന്നത് ഇത് BJP-യും CPM-ഉം തമ്മിലുള്ള കൂട്ടുകെട്ടാണ് എന്നുള്ളത്. അതായത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വീണ വിജയൻ ചെയ്തിരിക്കുന്നത്. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ 2.70 കോടി കൈപ്പറ്റിയെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. CMRL-ന് പുറമെ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും പണം എക്സാലോജിക്കിലേക്ക് എത്തി. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. വീണ വിജയൻ, എക്സാലോജിക് CGM ഫിനാൻസ് P സുരേഷ് കുമാർ, CMRL MD ശശിധരൻ കർത്ത എന്നിവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയത്. സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണ വിജയനും എക്സാലോജിക്കിനും CMRL-നുമെതിരെ കമ്പനികാര്യ ചട്ടം 447 വകുപ്പ് ചുമത്തിയത്. 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് 14 മാസങ്ങൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിച്ചത്. വ്യാഴാഴ്ചയാണ് SFIO കുറ്റപത്രം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. SFIO നൽകിയ കുറ്റപത്രം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണോ എന്ന പരിശോധന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നടത്തും. കുറ്റം നിലനിൽക്കുന്നതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. തുടർന്ന് മാത്രമേ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമപരമായി പ്രതി ചേർക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമേ വിചാരണ നേരിടേണ്ടതായുള്ളൂ. CMRL-ന്റെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകളും SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 182 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ കമ്പനി വകമാറ്റി നൽകിയെന്നാണ് കണ്ടെത്തൽ. ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ പണിക്കർക്ക് 13 കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ വകമാറ്റിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്.